അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരുടെ നാലുകെട്ട് നോവലിനെ ചിത്രങ്ങളാക്കി അവതരിപ്പിച്ചിരിക്കുകയാണ് ഒരു കലാകാരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന അക്ഷരോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രദർശനത്തിലാണ് കലാകാരൻ ഡി. മനോജ് വൈക്കത്തിന്റെ ചിത്രപ്രദർശനം. നോവലിൽ പറയുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളുമാണ് നേരിട്ട് പോയി മനോജ് പകർത്തി ചിത്രങ്ങളാക്കിയത്. എം.ടി. വാസുദേവൻ നായരുടെ നാലുകെട്ട് വായിച്ചവർക്ക് വേറിട്ട ഒരനുഭവം നൽകുന്നതാണ് പ്രദർശനം. നാലുകെട്ട് നോവലിൽ പറയുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളും കൂടല്ലൂരിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും മനോജ് വൈക്കം ചിത്രങ്ങളായി പകർത്തി. ചിത്രങ്ങൾക്കായി 2 വർഷത്തിനുള്ളിൽ 18 തവണ കൂടല്ലൂരിൽ പോകേണ്ടി വന്നു. ഓരോ ചിത്രങ്ങൾക്കും ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. എം.ടിയോടുള്ള ആദരസൂചകമായുള്ള പ്രദർശനത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. വലിയൊരു അംഗീകാരമാണ് ഈ മേഖലയിൽ നിന്ന് എനിക്ക് നേടാൻ കഴിഞ്ഞത്. ഈ ഡൽഹിയിൽ സാഹിത്യ അക്കാദമിയുടെ ഈ ദേശീയ സാഹിത്യോത്സവത്തിൽ എൻ്റെ നാലുകെട്ട് എം.ഡിക്ക് ആദരവ് എന്ന തരത്തിൽ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ സ്വീകാര്യത കിട്ടി. ഡൽഹിയിലെ സാഹിത്യലോകം എന്നെ അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങിയെന്നാണ് ഞാൻ കരുതുന്നത്. നോവലിലെ തെക്കേപ്പാട് തറവാടും കുതിരപ്പറമ്പും കൂട്ടക്കടവും സർപ്പക്കാവും പള്ളിക്ക് മുന്നിലെ പൂതനയും തിറയുമെല്ലാം ചിത്രങ്ങളിലുണ്ട്. ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമായിരുന്നു ആദ്യമായി ദൃശ്യവൽക്കരിച്ചത്. ഇതിനോടകം 7 ചിത്രപരമ്പരകൾ പൂർത്തീകരിക്കാനും മനോജിന് കഴിഞ്ഞു. ആദ്യമായി ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം കൂടുതലായി ദൃശ്യവൽക്കരിക്കാനുള്ള സാധ്യത എനിക്ക് മനസ്സിലായത്. ഖസാക്കിന്റെ പശ്ചാത്തല ഭൂമിയായ തസ്രാക്ക് എന്ന ഗ്രാമത്തിൽ നിന്ന് ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഞാൻ ആ നോവലിലെ വരികൾ വെച്ച് ചിത്രീകരിച്ചു. ഇപ്പോഴും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഖസാക്കിന് ശേഷം മയ്യഴി, സ്മാരകശിലകൾ, നാലുകെട്ട് എന്ന് തുടങ്ങിയ 7 പരമ്പരകളാണ് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഓരോ രചനയിലെയും എഴുത്തുകാരന്റെ പശ്ചാത്തല ഭൂമികയിലേക്കാണ് മനോജ് ഇറങ്ങിച്ചെല്ലുന്നത്. കേരള ലളിതകലാ അക്കാദമി അവാർഡടക്കം നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം തേടിയെത്തി. രാജ്യത്തും പുറത്തുമായി 130ഓളം പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. വായനയിലൂടെ മനസ്സിൽ തെളിയുന്ന ചിത്രങ്ങൾ തേടിപ്പോയി അവ പകർത്തിയെടുത്ത് ഇതുപോലെ അവതരിപ്പിക്കുമ്പോൾ കാഴ്ചക്കാരിലുണ്ടാക്കുന്ന അനുഭൂതി അത് വാക്കുകൾക്ക് അതീതമാണ്. ക്യാമറമാൻ ആശിഷ് മട്ടുവിനോടൊപ്പം ആർ. അച്യുതൻ, 24 ഡൽഹി.